ഒരു വീടുമുണ്ട്, 7-8 യൂട്യൂബ് ചാനൽസുമുണ്ട്. കേരളത്തിൽ ഇങ്ങനെ ഒരു വീട് വേറെയില്ല. നമ്മുടെ കൃഷ്ണകുമാറിൻ്റെയും സിന്ധു കൃഷ്ണകുമാറിൻ്റെയും വീട്ടിലെ അവസ്ഥയാണിത്. അവർക്കും യൂട്യൂബ് ചാനൽസ് ഉണ്ട്, അവരുടെ മക്കൾക്കും യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അതുവഴി അവരുടെ വീട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങുന്ന എല്ലാ വിശേഷങ്ങളും നാട്ടുകാരിടയിൽ പങ്കുവെക്കാറുണ്ട്. അതുമാത്രമല്ല, സ്ഥിരമായി കാണുന്നത് കൊണ്ട് തന്നെ നാട്ടുകാർക്കും ഒരു ക്യൂരിയോസിറ്റിയാണ് അവരുടെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. പക്ഷേ അവരുടെ അച്ഛനും അമ്മയും വളരെ പാവങ്ങളാണ്. അവരെ സ്ഥിരമായിട്ട് ചീത്തപ്പേര് കേൾക്കാനും ഏറിൽ കയറ്റാനും മക്കൾക്ക് ഒരു മടിയുമില്ല. മൂത്ത മകൾ ഒഴിച്ച് ബാക്കി എല്ലാ മക്കളും അതിനൊന്നിനൊന്ന് മെച്ചമാണ്. എന്തായാലും അവസാനമായി ഇതാ ദിയാകൃഷ്ണ എന്ന് പറയുന്ന മകൾ ആ കുടുംബത്തെ മൊത്തത്തിൽ ഏറി കയറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മദേഴ്സ് ഡേയിൽ ദിയാകൃഷ്ണ ചെയ്തൊരു വീഡിയോയാണ് ഇപ്പോൾ ഏറിൽ കിടന്ന് കളിക്കുന്നത്. അതിൽ പുള്ളിക്കാരി പറയുന്നത്, സ്വന്തം അമ്മയല്ലാതെ നാട്ടിലെ ഒരു സ്ത്രീയെയും, അത് ഭർത്താവിൻ്റെ അമ്മ ആയിക്കോട്ടെ മുതിർന്ന സ്ത്രീകളായിക്കോട്ടെ, ആരെയും താൻ അമ്മയെന്ന് വിളിക്കില്ല. തനിക്ക് ആകെ ഒറ്റ അമ്മയുള്ളൂ, അത് തൻ്റെ സ്വന്തം അമ്മയായ സിന്ധു കൃഷ്ണ മാത്രമാണ്. അതുകൊണ്ട് അമ്മയെന്ന് പുള്ളിക്കാരിയെ മാത്രമേ വിളിക്കൂ. നിങ്ങൾ അമ്മയെന്നോ ആൻറ്റിയെന്നോ അമ്മായി അമ്മയെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിളിക്കാം. ഇതൊക്കെ എന്തിനാണ് നാട്ടുകാരെടുത്ത് വന്നിരുന്ന് പറയുന്നത്? ചുമ്മാ സ്വന്തം വീട്ടിലെ കാര്യം നാട്ടുകാരിടയിലോട്ട് എടുത്തിട്ട് വെറുതെ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ചീത്തപ്പേര് മേടിച്ചു കൊടുക്കുന്ന ഒരാൾ, അതുവഴി സ്വന്തമായിട്ട് കാശും ഉണ്ടാക്കുന്നു. എന്തായാലും ആ വീട്ടിൽ ഭർത്താവിന് പുല്ല് വിലയെന്നാണ് കമൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ഭർത്താവിൻ്റെ വീട്ടുകാർക്കും അത്യാവശ്യത്തിൽ കൂടുതലുള്ള നെഗറ്റീവാണ് ഇതുവഴി ദിയാകൃഷ്ണ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നത്. സ്ഥിരമായി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടും, ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കും. നിങ്ങളെപ്പോലത്തെ യൂട്യൂബ് ചാനൽസ് ഇതുപോലത്തെ ഓരോ തോന്നിവാസങ്ങൾ പറയുകയും ഇത് കാണുന്ന ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, അവരെ ഒരു രണ്ടാം തരക്കാരിയായി കണ്ടാൽ മതി എന്നൊക്കെ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പബ്ലിക്കിലേക്ക് ഒരു കാര്യം പറയുന്ന സമയത്ത് മാക്സിമം നമ്മൾ തന്നെ 2-3 വട്ടം ചിന്തിച്ചിട്ട് വേണം പറയാനായിട്ട്. അല്ലെങ്കിൽ ഈ എടുക്കുന്ന വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇടുന്ന സമയത്ത് നിങ്ങൾ ആരും ഒന്നും ശ്രദ്ധിക്കാറില്ലേ? അല്ലെങ്കിൽ മനഃപൂർവ്വം ഇതൊരു കോൺട്രവേഴ്സി ആവട്ടെ, ചർച്ചയാവട്ടെ, അങ്ങനെ എനിക്ക് നല്ല റീച്ച് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? സ്ഥിരമായിട്ടും ഈ ഒരു ഫാമിലിയിൽ ഇവരുടെ മക്കൾ ഇതുപോലത്തെ കുറേ വലിയ കേസുകൾ പിടിച്ചു വരാറുണ്ട്. എന്നിട്ട് സ്വന്തമായിട്ട് ഏറിപ്പോവുകയും അത് വെച്ച് നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കി കാശുണ്ടാക്കുകയും ചെയ്യും. ഇപ്പോൾ ചിലപ്പോൾ ദിയാകൃഷ്ണയ്ക്ക് തോന്നും ദിയാകൃഷ്ണ എന്ത് പറഞ്ഞാലും ആളുകൾ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നതെന്ന്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ദിയാകൃഷ്ണയുടെ ഒരു സ്ഥാപനത്തിൽ 2-3 സ്ത്രീകൾ ചേർന്ന് കാശടിച്ചു മാറ്റിയ സമയത്ത് എല്ലാവരും ദിയാകൃഷ്ണയുടെ കൂടെയാണ് നിന്നത്. കാരണം അന്ന് അവരുടെ സൈഡിലാണ് ന്യായമുണ്ടായിരുന്നതെന്ന് എല്ലാവർക്കും തോന്നി. അപ്പോൾ ദിയയോട് ആർക്കും പ്രത്യേകിച്ച് ഒരു വൈരാഗ്യവുമില്ല. ന്യായം എവിടെയുണ്ടെന്നാണ് ജനങ്ങൾ നോക്കുന്നത്. കാരണം ജനങ്ങൾക്ക് 2 സൈഡും യൂട്യൂബ് ചാനലിലൂടെ കാണാൻ പറ്റും. നിങ്ങളുടെ സൈഡും കാണാൻ പറ്റും, നിങ്ങൾ പറയുന്ന വ്യക്തിയുടെ സൈഡും കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ കുറേ ശതമാനവും നല്ലതായിരിക്കും. അതൊക്കെ ദിയാകൃഷ്ണ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഭർത്താവിൻ്റെ അമ്മയെയും മുതിർന്ന സ്ത്രീകളെയും ഒക്കെ ഒരുപാട് പേർ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അത് ആണുങ്ങളും വിളിക്കാറുണ്ട്, പെണ്ണുങ്ങളും വിളിക്കാറുണ്ട്. അതിലൊന്നും ഒരു കുറച്ചിലും കാണേണ്ട ആവശ്യമില്ല. അത് ദിയാകൃഷ്ണ സ്വന്തം അമ്മയുടെ കമൻറ്റ് ബോക്സ് നോക്കാത്തതുകൊണ്ടാണ്. സ്വന്തം അമ്മയുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ പുള്ളിക്കാരിയുടെ അമ്മയെ സിന്ധു അമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ദിയാകൃഷ്ണയ്ക്ക് പോയി പറഞ്ഞുകൂടെ, എൻ്റെ അമ്മയെ ആരും സിന്ധു അമ്മ എന്ന് വിളിക്കേണ്ട, അതെൻ്റെ മാത്രം പ്രോപ്പർട്ടിയാണെന്ന്. അപ്പോൾ സ്വന്തം അമ്മയെ നാട്ടിലുള്ള ആളുകൾ റെസ്പെക്റ്റ് ചെയ്യുന്നതിൽ ദിയാകൃഷ്ണയ്ക്ക് നല്ല ഇഷ്ടമാണ്. അതേ സമയത്ത് സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കുന്ന സമയത്ത് ദിയാകൃഷ്ണയ്ക്ക് എന്തോ അങ്ങ് പൊള്ളും. പക്ഷേ ഇതേ ദിയാകൃഷ്ണ പണ്ടൊക്കെ ഭർത്താവിൻ്റെ അമ്മയെ അമ്മ എന്ന് തന്നെ വിളിച്ച് വ്ലോഗുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ദിയാകൃഷ്ണയ്ക്ക് പെട്ടെന്നൊരു ബോധോദയം വന്നത്, സ്വന്തം അമ്മയെ മാത്രം അമ്മ എന്ന് വിളിച്ചാൽ മതിയെന്ന്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുതരം വിവരമില്ലായ്മയും അഹങ്കാരവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എയറിലോട്ട് കയറുന്നത്. ഇനിയെങ്കിലും സംസാരിക്കുന്ന സമയത്ത് മാക്സിമം കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടിയും ബുദ്ധിയോടുകൂടിയും ആലോചിച്ചതിന് ശേഷം മാത്രം സംസാരിക്കുക. കാരണം നിങ്ങളുടെ വ്ലോഗ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, കൊച്ചുകുട്ടിയടക്കം മുതിർന്ന ആൾക്കാർ വരെ. അവരുടെ ഇടയിലേക്കാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും എത്തിക്കുന്നത്. അപ്പം നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മുടെ ഓരോ വ്ലോഗുകളും ചെയ്യണം. അല്ലാതെ പൈസ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് വ്ലോഗുകൾ ചെയ്ത് നാട്ടുകാരുടെ ഇടയിലേക്ക് ഇടാൻ ശ്രമിക്കരുത്. എന്തായാലും ഇനിയെങ്കിലും വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കാണുന്നതാണ്. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിരിക്കണം, ശരിയായിരിക്കണം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് തന്നെ വേണം. അല്ലാതെ പൈസയുടെ അഹങ്കാരം കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പൈസയ്ക്ക് എത്ര നാൾ നിങ്ങളെ കൂടെ കാണുമെന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ തന്നെ നാട്ടുകാർ നിങ്ങളുടെ വീഡിയോസ് കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റുന്നത്. നാട്ടുകാരെല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്, നാളെ തൊട്ട് ദിയാകൃഷ്ണൻ്റെ വീഡിയോ കാണുന്നില്ല. നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല ശതമാനം വരുമാനവും അതോടുകൂടി നിൽക്കും. അതോടുകൂടി നിങ്ങൾക്ക് ഈ ഫ്ലൈറ്റ് കയറി സൂക്ഷിക്കാനും അല്ലെങ്കിൽ നാടിനീളെ കറങ്ങാനുമൊക്കെ എവിടെ നിന്നാണ് കാശ് കിട്ടുക?
അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും പരിപാടികളുണ്ടോ? ഈ ബിസിനസ് ആയാൽ കൂടി നാട്ടുകാർ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നാട്ടുകാർ നിങ്ങളുടെ പ്രോഡക്റ്റ്സ് വാങ്ങുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ബിസിനസ് നടക്കുന്നത്. നാട്ടുകാരെ വെറുപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ പേരിൽ നല്ലൊരു സുഖജീവിതം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അമ്മയുടെയും അച്ഛൻ്റെയും നല്ല മനസ്സുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ലൊരു ഇമേജ് ഇപ്പോഴും നാട്ടുകാരിടയിലുള്ളത്. അല്ലായിരുന്നെങ്കിൽ നിങ്ങളെയൊക്കെ നാട്ടുകാർ എന്നെ എടുത്ത് കളഞ്ഞനെ. കാരണം സ്ഥിരമായിട്ടും ആ വീട്ടുകാർക്ക് പേരുദോഷം മാത്രം കൊടുക്കുന്ന ആൾക്കാരാണ് നിങ്ങളെപ്പോലുള്ളവർ. സ്ഥിരമായിട്ട് അവരെ ഏറെക്കയറ്റുക, അവരെ നാട്ടുകാർ പോയി കുറ്റം പറയുക. എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്, അത്യാവശ്യം ആൾക്കാരെല്ലാം നിങ്ങളെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അതുവഴി നല്ല നല്ല കണ്ടൻറ്റുകൾ കൊടുത്ത് ഭർത്താവിനോടും ഭർത്താവിൻ്റെ വീട്ടുകാരോടൊക്കെ നല്ല സ്നേഹത്തോடு ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്കും അത് ഇഷ്ടപ്പെടും. ആൾക്കാരും കൂടുതൽ കൂടുതൽ നിങ്ങളുടെ വ്ലോഗ് കാണാൻ തുടങ്ങും. അല്ലാതെ നിങ്ങളൊരുമാതിരി കാശിൻ്റെ അഹങ്കാരം കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും മറ്റുള്ളവരോടത്ത് ഒരു ബഹുമാനവും കാണിക്കാതെ അവരെല്ലാം വിഷമിപ്പിക്കാനും പോയി കഴിഞ്ഞാൽ അതിൻ്റെ നാണക്കേടും അല്ലെങ്കിൽ ചീത്തപ്പേരും നിങ്ങൾക്ക് മാത്രം തന്നെയാണ്. ഇനി നിങ്ങളുടെ വളർന്നു വരുന്ന കുഞ്ഞിനെ കൂടി ഇതുപോലത്തെ കാര്യങ്ങൾ പഠിപ്പിക്കാതിരിക്കുക. കാരണം നമ്മളോ മണ്ടന്മാർ, അതേ മണ്ടത്തരം ഇനി വരുന്ന ജനറേഷന് കൂടെ പറഞ്ഞു കൊടുക്കാതിരിക്കുക. എന്തായാലും ഇനിയെങ്കിലും വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിച്ചും കണ്ടും വേണം വീഡിയോസ് ഇടാൻ. അല്ലാതെ വായി തോന്നിയത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നാട്ടുകാരെടുത്ത് വെച്ച് പൊങ്കാലയിടും. എന്നിട്ട് അതിനുശേഷം വന്ന് എന്നെ നാട്ടുകാർ ക്രിട്ടിസൈസ് ചെയ്യുന്നേ, കുറ്റം പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലെ കാര്യം നിങ്ങൾ തന്നെ പേഴ്സണലായിട്ട് വെക്കുക. നാട്ടുകാരുടെ ഇടയിൽ ഇതുപോലെ വീഡിയോസ് ആയിട്ട് ഇടാതിരിക്കുക. ഇത് കേരളത്തിൽ ഇതുപോലൊരു വീടില്ല. ഒരു വീടുമുണ്ട്, ആ വീട്ടിൽ നടക്കുന്ന സകലമായ സംഭവങ്ങളും വീഡിയോസാക്കി ഓരോ മക്കളും വീട്ടുകാരും എല്ലാം വന്ന് യൂട്യൂബിലങ്ങ് ഇടുന്നുണ്ട്. ആ സമയത്താണ് നാട്ടുകാരെടുത്ത് വെച്ച് ഇതൊക്കെ ജഡ്ജ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സ്വന്തം അമ്മായിയമ്മ എടീന്ന് വിളിച്ചാലും പോടീന്ന് വിളിച്ചാലും പട്ടീന്ന് വിളിച്ചാലും വേറെ ആർക്കും ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് തോന്നിയ പോലെ വിളിക്കാം. പക്ഷേ അതെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന സമയത്താണ് ആളുകളെടുത്ത് വെച്ച് പൊങ്കാല ഇടുന്നത്. ആ സമയത്ത് വിഷമിച്ചിട്ടോ കരഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല. എന്തായാലും ഇനിയെങ്കിലും മറ്റുള്ളവരെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. നമുക്ക് എന്തൊക്കെ സംഭവമുണ്ട്, എത്ര കാശുണ്ട്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ നല്ല രീതിയിൽ നോക്കാൻ പഠിക്കുക. നാട്ടുകാരെ നോക്കിയില്ലെങ്കിലും വീട്ടുകാരെ അറ്റ്ലീസ്റ്റ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പഠിക്കുക. അല്ലാതെ അവരെയും വെറുപ്പിച്ച് അവരെപ്പറ്റി മോശം പറഞ്ഞ് നാട്ടുകാരുടെ ഇടയിൽ അവർക്കും ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നാളെ നിങ്ങളെ അവർ പോലും വെറുക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകും. ആ ഭർത്താവിനെ പോലും നിങ്ങൾ വളരെ മോശമായ രീതിയിലാണ് വീഡിയോസിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഇനി നേരിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ വീഡിയോസ് കാണുന്ന സമയത്ത് അയാളെ ഒരു എന്തോ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മാറ്റി നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് കിട്ടും. നാട്ടുകാർക്ക് നിങ്ങളോട് നല്ല റെസ്പെക്റ്റ് തോന്നും. അല്ലെങ്കിൽ നാട്ടുകാർ ഇതുപോലെ എപ്പോഴും നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും.